എന്നോട് എന്തുണ്ടാക്കിയെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഇപ്പൊ നിങ്ങൾ എന്തുണ്ടാക്കി? കിഷോർ, കോൺഫറൻസ് കാൾ ചെയ്ത് നീ എന്നെ അപമാനിക്കാൻ നോക്കുകയാണോ? സമ്മതിച്ചടോ, ഞങ്ങളുടെ ആൾക്കാർക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നേ? എന്റെ മുമ്പിൽ ഒരാൾ ഇരുന്ന് കംപ്ലൈന്റ് എഴുതുന്നുണ്ട് സത്യക്കെതിരെ. സത്യല്ല സാർ, ശിവ. രണ്ടും ഒരാൾ തന്നെ. എഴുത്. കംപ്ലൈന്റ് വാങ്ങി നീ എന്തുണ്ടാക്കാൻ പോവുക? FIR ചെയ്തടിക്കുന്നതിനും ചെയ്യാതെ അടിക്കുന്നതിനും വ്യത്യാസമുണ്ട് സാർ. അതെനിക്ക് വിട്ടേക്ക്. അവനെ അകത്തിട്ടൊന്ന് ഒഴിയുന്നുണ്ട് ഞാൻ. എന്ത് ഇടിക്കാനോ? അവൻ ഒറ്റയ്ക്ക് എത്ര പേരെ ഇടിച്ചു വീഴ്ത്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? റൗഡികളുടെ മേലെ കൈവച്ച് കാണും, അതുപോലെ പോലീസിന്റെ മേലെ കൈവെക്കാൻ കഴിയോ? ഡ്യൂട്ടിയിലുള്ളപ്പോ, യൂണിഫോം ഇട്ടപ്പോ, അതും എന്റെ സ്റ്റേഷനില് കാണിച്ചു തരാം ഞാൻ. സാർ വിളിച്ചായിരുന്നു? ഈ കംപ്ലൈന്റ് വാങ്ങി FIR ആക്ക്. ഓക്കെ സാർ. സാർ, അവൻ എന്നെ മരണം കാണിച്ചു തന്നവനാ. വെറുതെ വിടരുത് അവനെ. അവനെ ഞാൻ ശരിയാക്കാം. സാർ വരൂ സാർ. ഓ സാർ, വരൂ സാർ, വരൂ വരൂ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. അത് കുഴപ്പമില്ല സാർ. How are you, sir? ഐ ആം ഫൈൻ സാർ. ഡോ സാറിന് ചായ എടുക്കുക. വേണ്ട 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 വേണ്ട, കോഫി വിത്തൗട്ട് ഷുഗർ. ശരി സാർ. വരൂ സാർ. കുറെ നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് സാർ? ആ, സുഖമായിരിക്കുന്നു. പറയൂ സാർ, എന്താ കാര്യം? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു എന്ന വ്യാജേന സ്ഥലം വാങ്ങാൻ വരുന്നവർക്ക് സഹായിക്കുന്ന പോലെ അഭിനയിച്ച് അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ നീ അടിച്ചു മാറ്റുന്നു കേട്ടു. എത്ര പേരെ ഇങ്ങനെ വലയിലാക്കി കാണും നീ. കാണാൻ നല്ല രസമുണ്ട്. അല്ല, ഇവളെ തൊട്ടാ മാത്രം നിനക്ക് നോവാനുള്ള കാരണം എന്താ? അതെന്താ? ട്രൂ ലവ്വാ? ഞാനൊന്ന് തൊട്ടു. ഹേയ്, ഞാൻ തൊട്ടിട്ടില്ല. അപ്പോഴേക്കും നൊന്തോ നിനക്ക്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? തൊട്ട് അത് കൊടുക്കേണ്ടവർക്ക് വീതിച്ചു കൊടുത്തല്ലോ. അതിനല്ലേ FIR ഫയൽ ചെയ്തിരിക്കുന്നത്. അത് വെറുതെ പ്രൂഫിന് വേണ്ടിയാടോ ഈ കംപ്ലൈന്റും FIR എല്ലാം. ഞാൻ ഏത് കേസ് ഡീൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് എന്നോട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചത്, നീ 2 പണച്ചാക്കുകളുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ചില്ലേ? അത് ഏകദേശം 250 കോടി. ആ പണം എവിടെ? അത് എനിക്കെങ്ങനെ അറിയാം സർ? ഓ, നീ ഇപ്പൊ സത്യാണല്ലേ? ഓക്കെ. പക്ഷേ ആ പണത്തെ പറ്റി ശിവയ്ക്ക് മാത്രമേ അറിയൂ. നീ ശിവയായി മാറാൻ നിനക്ക് ദേഷ്യം വരണം. നിനക്ക് ദേഷ്യം വരണമെങ്കിൽ ഞാൻ ഇവളുടെ കൂടെ ചില കളികൾ കളിക്കണം. അവിടെ നിക്ക് പ്ലീസ്. അവിടെ നിക്ക്. ഒരേ ഒരു കിസ്. ഒരു കിസ് തന്നാലേ അറിയൂ ഇവൻ സത്യയാണോ ശിവയാണോ എന്ന്. ഇവിടെ പാടി. ഞാൻ തന്നെയാടാ ശിവ. പണം എന്റെ കയ്യിൽ തന്നെയുണ്ട്. അത് മതിയോ നിനക്ക്? മതി. ഇത് മാത്രം മതി എനിക്ക്. ആദ്യം അവളെ വിട്. അവളെ വിട്ടേക്ക്. ഇനി ഇവിടെ എന്തിനാ എനിക്ക്? ആദ്യം പണം എവിടെയാണെന്ന് പറ. സർ, എന്താടോ ഇതൊക്കെ? കറക്റ്റ് സമയത്താണ് സാർ വന്നത്. നോക്ക് സാർ, നോക്ക്. ഇത് കണ്ടോ? ഇതാണ് ഇവന്റെ പവർ. ബ്ലഡി ഫുൾ. ഓരോരുത്തർക്കുള്ള പവർ തനിക്കറിയില്ല. സോറി മാഡം, പ്ലീസ്. സർ, ഇത് ഇവന്റെ ലവറാണ് സർ. ഇവൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവ ശിവയാണെന്ന് സമ്മതിച്ചു. ശിവനാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും അത് പിന്നീടുള്ള കാര്യം. മാഡം പ്ലീസ്, പ്ലീസ്. എക്സ്ക്യൂസ് മീ മാഡം, ചേട്ടനോട് നടന്നു ഒന്നും പറയരുത്. ജസ്റ്റ് എൻക്വയറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതി, പ്ലീസ്. ബുദ്ധിയുണ്ടോ തനിക്ക്? താൻ എന്താ ചെയ്തേ? സർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക സാർ. അതുകൊണ്ടാണ് FIR ഫയൽ. ആർക്ക് വേണം തന്റെ FIR? അവരാരാന്നറിയോ? കം വിത്ത് മീ. ആ നിൽക്കുന്നത് അവളുടെ ചേട്ടനാ. അയാൾ ആരാന്നറിയോ? ഹോം മിനിസ്റ്ററിന്റെ PA. വെരി ഡീസന്റ് ആൻഡ് സിൻസിയർ മാൻ. ഒന്നുമില്ല ഏട്ടാ, ജസ്റ്റ് ഒരു എൻക്വയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഒന്നുമില്ല ഏട്ടാ, കാര്യമായിട്ടൊന്നുമില്ല. ശുഭ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടില്ല. എന്നെ അറിയുന്ന ആളാ അദ്ദേഹം. അതുകൊണ്ടാണ് അയാളുടെ പെങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എന്നോട് തന്നെ വന്ന് ചോദിച്ചത്. അദ്ദേഹം നേരിട്ട് ഹോം മിനിസ്റ്ററെ കാണാൻ പോയിരുന്നെങ്കിൽ ഈ വിഷയം CM-ന്റെ അടുത്തെത്തി നിനക്കും എനിക്കും ചേർന്ന്
ഹിയർ ആഫ്റ്റർ ഡോണ്ട് ടേക്ക് യുവർ ഓൺ ഡിസിഷൻ, റൈറ്റ്? സോറി സാർ, ടെൻഷനില് അവൾ ആരാണെന്ന് അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പോയി. ഐ എം സോറി. ഇനി അവളെ എങ്ങാനും ടോർച്ചർ ചെയ്തോ താൻ? ഇല്ല സാർ, ഞാൻ അവളെ എൻക്വയറി ചെയ്യുക മാത്രം. അയ്യോ സാർ, നുണ പറയാണ് സാർ. ACP സാർ കള്ളം പറയാ. കള്ളമാണ് സാർ. എന്താ? സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പെണ്ണിനെ ഇയാൾ റേപ്പ് ചെയ്തേനെ. എന്റെ കണ്ണിൽ ഞാൻ കാണാൻ പാടില്ലാത്ത കണ്ണിനെ സാർ. പറയുന്നത് എവിടുന്നാണ് ഇതിന് ട്രെയിനിങ് കിട്ടിയത്? കമലഹാസന്റെ സിനിമയൊക്കെ കൂടുതൽ കാണുന്നുണ്ടോ നീ? സാർ, ഇവൻ ഇപ്പോ ഈ നിമിഷം ഇവിടെ വെച്ച് ശിവയാണെന്ന് തുറന്ന് സമ്മതിച്ചാണ് സാർ. സമ്മതിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സാർ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ കൊണ്ടു നിർത്തി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നിങ്ങളാണ് ശിവാന്ന് സമ്മതിക്കുന്നു പറഞ്ഞാൽ ആരായാലും സമ്മതിച്ചു പോകും സാർ. എന്റെ അവസ്ഥയിൽ സാറെങ്ങാനും ആയിരുന്നെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കിയേ സാർ. തെറ്റാണ് സാർ. ഈ സാറിനാണെങ്കിൽ ഭാര്യയും കുട്ടികളും ഒന്നുമില്ല. ഏയ്, അതൊക്കെ നിനക്ക് എങ്ങനെ അറിയും? ആ പ്രമിള ചേച്ചി പറഞ്ഞോ. താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നാണക്കേടാ. നീ പറ്റോ? ശരി സാർ സാർ സാർ, ഇവനാണ് സാർ ശിവ. ഇവനെ പിടിച്ചാലേ നമുക്ക് ആ പണം കിട്ടാൻ പോകുന്നു. റിലീസ് ഹിം. സാർ. താങ്ക് യു സാർ. പോട്ടെ സാറേ. കിഷോർ, സത്യയെ കണ്ട ദിവസം മുതൽ തന്നെ ഒരു ടീം അവനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവനിൽ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞിട്ടില്ല. സാർ, അവൻ അഭിനയ ചക്രവർത്തിയാണ്. ഓക്കെ, അവൻ അഭിനയിക്കുന്നെങ്കിൽ ഓക്കെ. അവനെ 18 വർഷം വളർത്തിയ ആൾ അഭിനയിക്കും. അവന്റെ ചരിത്രം മൊത്തം തിരഞ്ഞു നോക്കി ഞാൻ. ഇതാ നോക്കിയേ, 1995-ൽ ഒരാള് 2 അനാഥരായ ആൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതായാണ് ഈ രജിസ്റ്ററിൽ കാണുന്നത്. ഇതവര് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെടുത്ത ഫോട്ടോയാ. ഇതിൽ ഈ സെക്കൻഡ് റോയിൽ നിൽക്കുന്നവരാ അവര്. പിന്നെ ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോകളാ. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ ശിവ എന്ത് ചെയ്തെന്നാൽ ഒരു പണക്കാരനെ കൊന്ന ശേഷം ഇവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. പോയ ശേഷം എല്ലാ രാത്രികളിലും തിരികെ വന്ന് സത്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ സത്യ ഒരിക്കൽ പോലും കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ശിവയുടെ ശല്യം സഹിക്കാതെ സത്യ ഒരു നാൾ ഇവിടുന്ന് എവിടേക്കോ ഒളിച്ചോടിപ്പോയി. ഇത് നോക്കിയേ. അങ്ങനെ പോയെങ്കിൽ കൂടി സത്യ ആശ്രമത്തിലെ ദൈവത്തെ തൊഴാനും അധ്യാപകരെയും കൂട്ടുകാരെ കാണുന്നതിനും വരുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു മടങ്ങുമ്പോഴൊക്കെ ശിവയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ നൽകി ഞാൻ തിരിച്ചയച്ചിരുന്നു. ഇപ്പൊ മനസ്സിലായോ? ശിവ ഒരാളും സത്യ മറ്റൊരാളുമാണെന്ന്. സാർ, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഒരു കൺഫ്യൂഷനും വേണ്ട. രണ്ടാളും വേറെ വേറെയാ. ആദ്യം സത്യയുടെ പേരിൽ ഫയൽ ചെയ്ത FIR ക്ലോസ് ചെയ്യുക. കംപ്ലൈന്റ് തന്ന MD ഒരു ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? യെസ് സാർ. ഇനി ശിവയെ കണ്ടുപിടിക്കാനുള്ള വഴി താൻ നോക്ക്. ഓക്കെ സാർ. ശിവയുടെ പേരിൽ എത്ര കേസുണ്ട്? 2 ഉണ്ട്. ഏതൊക്കെ? ഒന്ന് സത്യ തന്നെ തന്ന കംപ്ലൈന്റ് ആണ് സാർ. മറ്റൊന്ന് ചെറുപ്പത്തിൽ ആശ്രമത്തിൽ നടന്ന കൊലപാതക കേസ്. ഇപ്പോ തനിക്ക് ക്ലിയർ ആയി. ഗുഡ്.